മരിയൻ പ്രതിഷ്ഠ 4-ാം ദിവസം. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ജ്ഞാനസ്നാന കൂദാശയുടെ വിസ്മയനീയ കൃപാവരം മൂലം ഒരു ക്രൈസ്തവന് പാപരഹിതമായ ജീവിതം നയിക്കാൻ സാധിക്കും എന്നായിരുന്നു ഇന്നലെ നാം ധ്യാനിച്ചത്. 4-ാം ദിവസമായി ഇന്നത്തെ വിഷയം ആ പാപത്തിൻ്റെ വേര് നശിപ്പിക്കപ്പെടണം എന്നതാണ്. പാപത്തെ ഒരു വൃക്ഷത്തോട് ഉപമിക്കാവുന്നതാണ്. വൃക്ഷത്തിൻ്റെ വേരിൽ നിന്നാണ് തണ്ടും ശാഖകളും പുറപ്പെടുന്നത്, അവയിൽ നിന്ന് ഫലങ്ങളും. വൃക്ഷം ഇല്ലാതാക്കാനുള്ള ഏകമാർഗം അതിൻ്റെ വേര് നശിപ്പിക്കുക എന്നതാണ്. ഇതുപോലെ പാപത്തിൻ്റെ വേരുകൾ നശിപ്പിക്കുകയാണ് പാപത്തിൽ നിന്ന് സ്വതന്ത്രമാകാനുള്ള വഴി. ഇക്കാരണത്താൽ പാപത്തിൻ്റെ ഉറവിടവും അതിൻ്റെ വേരുകളും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിയെപ്പറ്റിയുള്ള സുവിശേഷ വിവരണത്തിൽ പാപത്തിൻ്റെ ഉറവിടം നമ്മുടെ ഹൃദയം അഥവാ മനസ്സ് ആണെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 15, 18, 20, 21, 22, 23 ഈ വാക്യങ്ങളിൽ കർത്താവിൻ്റെ ആ പ്രബോധനം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. യേശു ജനക്കൂട്ടത്തെ അടുത്തേക്ക് വിളിച്ച് അവരോട് പറഞ്ഞു, പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് മനുഷ്യനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. പുറമേ നിന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? കാരണം അവ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല. യേശു തുടർന്നു, മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരികയും മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. ആദ്യ മാതാപിതാക്കന്മാരുടെ പാപത്തിന് ശേഷം മനുഷ്യകുലത്തിൽ വ്യാപിച്ച പാപാവസ്ഥയെപ്പറ്റി ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്: ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, പാപത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിച്ച് ക്രിസ്തീയ പരിപൂർണതയിലേക്ക് എത്തുവാനുള്ള നമ്മുടെ പരിശ്രമത്തിൽ നാം നിശ്ചയമായും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദുരാശകളാകുന്ന പാപവേരുകൾ കണ്ടെത്താനും അവ യേശുവിൻ്റെ രക്തത്താൽ നീക്കം ചെയ്യുന്നതിനുമാണ്. ഇന്നേ ദിവസത്തെ വിചിന്തനവും പ്രാർത്ഥനയും നമുക്കതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ രക്തത്തെ ദൈവിക ആസിഡായിട്ട് നമുക്ക് കാണണം. കാരണം യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും എന്നതാണ്. അതിനാൽ പാപത്തിൻ്റെ വേരുകളാകുന്ന ദുരാശകൾ കണ്ടെത്തി
അവയെ യേശുവിൻ്റെ രക്തത്താൽ നീക്കം ചെയ്യുവാൻ നമുക്ക് തീർച്ചയായും സാധിക്കും. അതിന് സഹായകരമായ വിജയദിനത്തിലേക്കും പ്രവേശിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-9 ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? വിജയദിനത്തിൻ്റെ ആമുഖം. പാപം ചെയ്യാതിരിക്കാനുള്ള നല്ല ആഗ്രഹവും ഉറച്ച തീരുമാനവും ഉണ്ടെങ്കിൽ പോലും പാപത്തിൻ്റെ വേര് ഹൃദയത്തിൽ ഉള്ളയിടത്തോളം കാലം വീഴ്ച സംഭവിക്കാം. ഒരു വൃക്ഷം നശിപ്പിച്ചാലും അതിൻ്റെ വേര് കൂടി നശിപ്പിക്കുന്നില്ലെങ്കിൽ വൃക്ഷം വീണ്ടും വളർന്നു വരുന്നത് പോലെ പാപത്തിൻ്റെ വേര് കൂടി നശിപ്പിച്ചില്ലെങ്കിൽ പാപത്തിൽ നിന്ന് പൂർണ്ണമായി നാം സ്വതന്ത്രരാവുകയില്ല. പാപത്തിൻ്റെ വേരുകൾ എന്ന് പറയുന്നത് നമ്മിലുള്ള ദുരാശകളാണ്. ദുരാശകളുടെ അടിസ്ഥാനപരമായ കാരണം ഉത്ഭവപാപം എന്നറിയപ്പെടുന്ന ആദ്യ മാതാപിതാക്കന്മാരുടെ പാപമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 402 പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. സർവ്വ മനുഷ്യരും ആദത്തിൻ്റെ പാപത്തിൽ ഉൾപ്പെടുന്നു. വിശുദ്ധ പൗലോസ് പ്രസ്താവിക്കുന്നു, ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ, അതായത് എല്ലാ മനുഷ്യരും പാപികളായതിനാൽ ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. ഇതാണ് മതബോധന ഗ്രന്ഥം 402 പഠിപ്പിക്കുന്നത്. ഉത്ഭവ പാപത്തിൻ്റെ ഫലമായി എല്ലാ മനുഷ്യർക്കും പാപത്തോട് ഒരു ചായ്വ് ഉണ്ടായിട്ടുണ്ട്. അവ ജഡത്തിൻ്റെ ദുരാശ അഥവാ ലൈംഗികതയോടുള്ള ആസക്തി, കണ്ണുകളുടെ ദുരാശ അഥവാ ഭൗതിക വസ്തുക്കളോടുള്ള ആസക്തി, ജീവിതത്തിൻ്റെ അഹന്ത അല്ലെങ്കിൽ സ്വാർത്ഥത്തോടുള്ള ആസക്തി. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 377 ഇപ്രകാരം പഠിപ്പിക്കുന്നത്. വിശുദ്ധ ബൈബിൾ ഈ 3 തരം ദുരാശകളെപ്പറ്റി പ്രബോധിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ 1 ലേഖനം 2 16 എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല. മേൽപ്പറഞ്ഞ ത്രിവിധ ദുരാശകളിൽ നിന്നാണ് 7 മൂലപാപങ്ങൾ ഉത്ഭവിക്കുക. ജഡത്തിൻ്റെ ദുരാശയിൽ നിന്ന് ഉത്ഭവിക്കുന്നവയാണ് ലൈംഗികാസക്തി, ഭക്ഷണാസക്തി, അലസത. കണ്ണുകളുടെ ദുരാശയിൽ നിന്ന് വരുന്നതാണ് ദ്രവ്യാശ അഥവാ ധനമോഹം. അഹങ്കാരത്തിൽ നിന്ന് വരുന്നവയാണ് നിഗളം, കോപം, അസൂയ എന്നിവ. ഈ 7 മൂലപാപങ്ങളെപ്പറ്റിയും ഉള്ള ശരിയായ ഒരറിവ് അവയെ നമ്മിൽ നീക്കം ചെയ്യുവാൻ നമുക്ക് സഹായകമാകും. ഒന്നാമത്തേത് അഹങ്കാരം. അവനവനെ പറ്റിയുള്ള തെറ്റായ അഭിപ്രായമാണ് അഹങ്കാരം. അതിരുകടന്ന ആത്മസ്നേഹമാണത്. നാം തന്നെയാണ് നമ്മുടെ ആരംഭവും അന്ത്യവും എന്ന് പരോക്ഷമായെങ്കിലും പരിഗണിക്കാൻ പ്രേരിപ്പിക്കുന്നതാകയാൽ അഹങ്കാരം അഥവാ നിഗളം വിഗ്രഹാരാധനയാണ്. അവനവന് ഉള്ളതിലധികം മേന്മ ഭാവിക്കലാണത്. ആധ്യാത്മികവും ഭൗതികവും ശാരീരികവുമായ കഴിവുകളെ പറ്റിയുള്ള അതിര് കവിഞ്ഞ ആത്മവിശ്വാസം. പരാജയങ്ങൾ അമിതമായി നിരാശപ്പെടുന്നതും കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ സഹിക്കാൻ പറ്റാത്ത തരത്തിൽ അസഹിഷ്ണുത കാണിക്കുന്നതും അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളാണ്. രണ്ടാമത്തെ ദുരാശ അസൂയ. അപരൻ്റെ നന്മയിലുള്ള അസഹിഷ്ണുതയാണ് അസൂയ. താൻ ശ്രദ്ധാകേന്ദ്രമാകണം, അറിയപ്പെടണം, വിജയിക്കണം എന്നീ താൽപ്പര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് മറ്റൊരാൾ അതിന് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അസഹിഷ്ണുത ഉണ്ടാകുന്നത്. കൂട്ടത്തിലുള്ള ഒരാൾ ആദരിക്കപ്പെടുമ്പോൾ
തനിക്ക് ഭീഷണിയായി തോന്നുക, മറ്റുള്ളവരോട് യോജിപ്പില്ലായ്മ, വിദ്വേഷം, അവരൻ്റെ ദുഃഖത്തിൽ സന്തോഷം തോന്നൽ, അപവാദം പറച്ചിൽ, വിമർശനം, ഉദിഷ്ട ലക്ഷ്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യൽ, ഏഷണി എന്നിവ അസൂയയുടെ ലക്ഷണങ്ങളാണ്. മൂന്നാമത്തെ ദുരാശ, ദ്രവ്യാഗ്രഹം. ധനത്തിനും ഭൗതിക വസ്തുക്കൾക്കും വേണ്ടിയുള്ള അമിതവും യുക്തിരഹിതവുമായ ആഗ്രഹമാണ് ദ്രവ്യാഗ്രഹം. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നതിന് ഒരു പ്രധാന വിഘാതമാണ് ദ്രവ്യാഗ്രഹം. കാരണം ദൈവത്തെക്കാൾ ഉപരി ധനത്തെയാണ് ദ്രവ്യാഗ്രഹി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു വിഗ്രഹാരാധനയാണെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. കൊളോസസ് 3:5 വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി നശിപ്പിക്കുകയും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ ഈശോ പഠിപ്പിക്കുകയാണ്, 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കാരണം ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇവിടെ മാമോൻ എന്നതിനർത്ഥം ധനം എന്നാണ്. 4-ാമത്തെ ദുരാശ, മോഹം അഥവാ ജഡികാസക്തി. ലൈംഗികതയുടെ ദൈവിക ഉദ്ദേശങ്ങൾക്ക് അനുസൃതമല്ലാത്ത ലൈംഗികതയുടെ ഉപയോഗത്തെയാണ് ലൈംഗികാസക്തി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈംഗികത ദൈവത്തിൻ്റെ സംവിധാനമായതുകൊണ്ട് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ദൈവമാണ് നിശ്ചയിക്കുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്ക് വിപരീതമോ അനുസൃതമല്ലാത്തതുമായ എല്ലാ ലൈംഗിക ഉപയോഗങ്ങളും ലൈംഗികാസക്തിയിൽ ജഡികാസക്തിയിൽ പെടുന്നതാണ്. ജീവിത പങ്കാളിക്ക്, വിവാഹത്തിലെ ജീവിത പങ്കാളിക്ക് സ്നേഹവും മക്കൾക്ക് ജീവനും നൽകുകയാണ് ലൈംഗികതയുടെ ദൈവിക ഉദ്ദേശം. ഇവയ്ക്കനുസൃതമല്ലാത്ത സ്വാർത്ഥപ്രേരിതമായ ലൈംഗിക സന്തോഷങ്ങൾ ജഡികാസക്തിയായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ജഡികാസക്തി മൂലം അവിവാഹിതർ തങ്ങൾക്ക് അനർഹമായ ലൈംഗിക ആസ്വാദനത്തിന് മുതിരുന്നു. വിവാഹിതർ അനിയന്ത്രിതമായ ലൈംഗികാസ്വാദനത്തിനും പ്രേരിതരാകുന്നു. ദമ്പതിമാർ പങ്കാളിയുടെ നന്മയേക്കാൾ സ്വന്തം സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുകയാൽ സ്നേഹമില്ലാത്ത ലൈംഗികതയിലേക്ക് അവർ തരം താഴുന്നു. ലൈംഗികതയുടെ മറ്റൊരു പ്രധാന ലക്ഷ്യമായ സന്താനോൽപാദനം എന്നേക്കുമായി ഒഴിവാക്കിക്കൊണ്ടുള്ള ബന്ധങ്ങളിൽ ജീവിക്കാനും ലൈംഗികാസക്തി മൂലം കാരണമാകുന്നു. 5-ാമത്തെ ദുരാശ, ഭോജനപ്രിയം അഥവാ കൊതി. ഭക്ഷണപാനീയങ്ങൾ അമിതവും യുക്തിക്ക് നിരക്കാത്തതുമായ സുഖം തേടലാണ് ഭോജനപ്രിയം അഥവാ കൊതി. ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുക എന്ന മനുഷ്യ ജീവിത ലക്ഷ്യത്തിൽ നിന്നുള്ള വ്യതിചലനമായാണ് ബിഷപ്പ് തോമസ് അക്വീനാസ് ഭോജനപ്രിയത്തെ വിശദീകരിക്കുന്നത്. 6-ാമത്തെ ദുരാശ, മടി അഥവാ അലസത. സുഖലോലുപതയിൽ നിന്ന് ജനിക്കുന്ന ഈ ദുശീലത്തിൻ്റെ കാരണം കഴിയുന്നത്ര ക്ലേശിക്കാതിരിക്കണമെന്ന ചിന്തയാണ്. അധ്വാനത്തെ വെറുക്കലും അന്യരുടെ അധ്വാന ഫലം കൊണ്ട് തൃപ്തി അടയലുമാണ് അലസൻ്റെ സ്വഭാവം.
തൻ്റെ വിലപ്പെട്ട സമയം എങ്ങനെ പ്രയോജനപ്പെടുത്തി എന്നതിന് ഒരു ദിവസം താൻ ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന സത്യം അവൻ മറക്കുന്നു. ജോലിയിൽ മാത്രമല്ല, ആധ്യാത്മിക കാര്യങ്ങളിലും അലസത കടന്നുകൂടാ. തൽഫലമായി സുഹൃതാനുഷ്ഠാനങ്ങളെ വെറുക്കുകയും ഭക്താനുഷ്ഠാനങ്ങൾ വെട്ടിക്കുറയ്ക്കുകയോ അനിവാര്യ ഫലമെന്നോണം മന്ന ജീവിതത്തിൽ കലാശിക്കുകയോ ചെയ്യും. ഏഴാമത്തെ ദുരാശ കോപം. പ്രതികാരം ചെയ്യാനുള്ള യുക്തിരഹിതമായ ആഗ്രഹം, അൺറീസണബിൾ ഡിസയർ, ആണ് കോപം. അർഹമായത് അപരൻ നിഷേധിച്ചു എന്ന ബോധ്യമാണ് കോപത്തിൻ്റെ പിന്നിലുള്ളത്. താൻ കുറ്റമില്ലാത്തവനാണെന്ന അഹന്തയും തന്നെ ആരും വിമർശിക്കരുത് എന്ന താക്കീതും കോപത്തിലുണ്ട്. ഹൃദയമാണ് ഈ പറഞ്ഞ ദുരാശകളുടെ അഥവാ മൂലപാപങ്ങളുടെ ഉറവിടം എന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു. ഇത് നമ്മൾ മർക്കോസ് സുവിശേഷത്തിലെ 7-ാം അധ്യായത്തിൽ നിന്ന് തുടക്കത്തിൽ ശ്രവിച്ചതാണ്. യേശു അരുളി ചെയ്തു, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന എന്നിവ പുറപ്പെടുന്നത്. ഇതിനു പുറമെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ പ്രവേശിച്ച എണ്ണമറ്റ തിന്മകൾ നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ പാവവേരുകളായി കിടക്കുന്നുണ്ട്. ജീവിതത്തിലുടനീളം നാം ശ്രമിക്കാനിടയായ ദുഷ്ടവാക്കുകൾ, നാം കാണാനിടയായ തിന്മകൾ, പ്രത്യേകിച്ച് അശുദ്ധി, മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് അനുഭവിക്കേണ്ടി വന്ന തിക്താനുഭവങ്ങൾ, നാം തന്നെ ചെയ്ത നിരവധി പാപങ്ങൾ, ഇവയൊക്കെ തിന്മ ചെയ്യാൻ നമ്മെ നിർബന്ധിച്ചു കൊണ്ടാണിരിക്കുന്നത്. ഇതെല്ലാം ഹൃദയത്തിനുള്ളിൽ മറഞ്ഞു കിടക്കുകയാണ് എന്നതാണ് ഏറെ ആപത്കരം. അടുത്തതായി നാം ചിന്തിക്കുന്നത് അബോധ ഉപബോധ മനസ്സിലെ പാപവരികളെ പറ്റിയാണ്. മാതാപിതാക്കന്മാരിൽ നിന്നോ കുടുംബ അന്തരീക്ഷത്തിൽ നിന്നോ നാം അറിയാതെ നമ്മിലേക്ക് കടന്നു വന്ന ചില തിന്മകൾ കാലക്രമേണ നമ്മുടെ അടിസ്ഥാന സ്വഭാവങ്ങളായി തന്നെ രൂപാന്തരപ്പെട്ടേക്കാം. ജീവിതാരംഭം മുതലുള്ള അനുഭവങ്ങൾ സൂക്ഷിക്കപ്പെടുന്ന അബോധ മനസ്സിൽ നാം അറിയാതെ തന്നെ ഏറെ തിന്മകൾ കിടപ്പുണ്ടാകാം. അവയെ ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവ കൂടുതൽ പ്രകടമാകും. അതിനാൽ കൃത്യമായ കാരണം കണ്ടുപിടിക്കാൻ കഴിയാത്ത സ്വഭാവ വൈകല്യങ്ങളിൽ നിന്ന് മോചനം നേടാൻ അബോധ മനസ്സിൻ്റെ വിശുദ്ധീകരണത്തിനായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കോപം, ദുർവാശി, ജഡികാസക്തി, മദ്യപാനാസക്തി, അടിസ്ഥാനരഹിതമായ ഭയം എന്നിവയൊക്കെ മാറാൻ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടതാണ്. ഓർമ്മയിലില്ലാത്തതും എന്നാൽ ഓർമ്മിക്കാൻ ശ്രമിച്ചാൽ ഓർക്കാൻ പറ്റുന്നതുമായ മനസ്സിൻ്റെ തലമാണ് ഉപബോധ മനസ്സ്. ഓർമ്മ വെച്ച കാലം മുതലുള്ള അനുഭവങ്ങളെല്ലാം ഉപബോധ മനസ്സിൻ്റെ ഭാഗമാണ്. ഉപബോധ മനസ്സിലുള്ള തിന്മകൾ നമ്മുടെ സജീവ ഓർമ്മയിലില്ലെങ്കിലും അത് ഇപ്പോഴത്തെ ജീവിതത്തിൽ ദുഷ്പ്രവൃത്തികൾക്കും ഭാവിയിൽ ചെയ്യാനിടയാകാവുന്ന പാപങ്ങൾക്കും പ്രചോദനം കൊടുക്കുന്ന അടിസ്ഥാന പാപമായി വർത്തിക്കും. അതിനാൽ അനുദിന ജീവിത വ്യാപാരങ്ങളിലൂടെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമ്മൾ പ്രവേശിക്കുകയും നമ്മുടെ ഉപബോധ മനസ്സിൽ ഉറച്ചു പോവുകയും ചെയ്ത തിന്മകൾ ഓരോന്നും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ കണ്ടെത്തണം. അവ നീക്കപ്പെടാനായി ദിവസവും പ്രാർത്ഥിക്കുകയും വേണം. ഇതിനും പുറമെ ആധുനിക സാമൂഹിക മാധ്യമങ്ങളിലൂടെ എണ്ണമില്ലാത്ത തിന്മകളാണ് നമ്മുടെ ഉപബോധ മനസ്സിൽ പ്രവേശിച്ച് പാപവേരുകളായി അടിയുറച്ച് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇവ ചെയ്യുന്ന ദ്രോഹം
ചില്ലറയൊന്നുമല്ല. ഒരു തവണ മാത്രം കണ്ടതോ കേട്ടതോ ആയ തിന്മയ്ക്ക് പോലും വലിയ പാപത്തിലേക്ക് നമ്മെ നയിക്കാൻ ശക്തിയുണ്ട്. ആ സ്ഥിതിക്ക് വിവേകമില്ലാതെ നാം പല പ്രാവശ്യം വിധേയപ്പെട്ട എണ്ണമില്ലാത്ത തിന്മകൾക്ക് എത്ര വലിയ സ്വാധീന ശക്തിയായിരിക്കും ഉണ്ടാവുക. ഈ ദുരാശകളെയും പാപവെറികളെയും നീക്കം ചെയ്യാൻ ഈശോ മിശിഹ ഗാഗുൽത്താ ചിന്തിയ രക്തത്തിന് സാധിക്കും എന്ന സുവിശേഷമാണ് നാം ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. യേശുവിൻ്റെ രക്തം പാപവേര് നശിപ്പിക്കുന്ന ദൈവിക ആസിഡ്. മേൽപ്പറഞ്ഞ പാപവേരുകളെല്ലാം, അതായത് ദുരാശകൾ, നശിപ്പിക്കാൻ ശക്തിയുള്ള ആധ്യാത്മിക ആസിഡാണ് യേശുവിൻ്റെ പാപമോചക രക്തം. യേശുവിൻ രക്ഷാകരമായ തിരുരക്തത്താൽ പൂർണ്ണ ഹൃദയവിശുദ്ധീകരണം സാധ്യമാകും. ദൈവവചനം പറയുന്നു, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-3 ദൈവവചനത്തിൽ നമ്മെ ശുദ്ധീകരിക്കാനുള്ള പ്രാപ്തിയെപ്പറ്റി ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ആയതിനാൽ നമ്മിലെ പാപവേരുകൾ, ദുരാശകൾ ഓരോന്നോരോന്നായി കണ്ടെത്തി അവയെ നശിപ്പിക്കുവാനായി യേശുവിൻ്റെ രക്തവും ദൈവവചനവും നമ്മെ സഹായിക്കും എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ രക്തത്താലുള്ള, ദൈവവചനത്താലുള്ള വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകൾ. പരിശുദ്ധാത്മാവേ വരേണമേ, പരിശുദ്ധാത്മാവേ വരേണമേ, അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കുകയും ചെയ്യണമേ. സൃഷ്ടാവേ വരിക, സൃഷ്ടാവേ വരിക, സൃഷ്ടാവായ പരിശുദ്ധാത്മാവേ വരിക. ഞങ്ങളുടെ ആത്മാക്കളിൽ വാസമുറപ്പിക്കുക. കൃപയും സ്വർഗീയ സഹായവുമായി വരിക. അങ്ങ് സൃഷ്ടിച്ച ഹൃദയങ്ങളെ നിറയ്ക്കുക. ശ്രേഷ്ഠനായ സഹായക, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അത്യുന്നതൻ്റെ ഏറ്റവും ഉന്നതമായ ദാനമേ, ജീവന്റെ ഉറവയെ, സ്നേഹാഗ്നിയെ, മധുരിക്കും സ്വർഗീയ അഭിഷേകമേ, അങ്ങ് അറിയപ്പെടുന്നത് 7 ദാനങ്ങളാലാണല്ലോ. ദൈവകരങ്ങളിലെ വിരലുകൾ ഞങ്ങൾക്ക് സ്വന്തം. പിതാവിൻ്റെ വാഗ്ദാനം അവിടുന്നാണ്. ശക്തിയുടെ സ്രോതസ്സായ അഗ്നിനാവേ, ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുക. ഹൃദയത്തെ സ്നേഹത്താൽ ജ്വലിപ്പിക്കുക. ആഴമുള്ള ക്ഷമയും ഉന്നതമായ പുണ്യങ്ങളും ജഡത്തിൻ്റെ ബലഹീനതയെ അതിജീവിക്കാനായി ഞങ്ങൾ ഭയക്കുന്ന ശത്രുവിൽ നിന്നും അകലേക്ക്, അങ്ങ് നൽകുന്ന യഥാർത്ഥ സമാധാനത്തിലേക്ക്. അങ്ങയുടെ സഹായത്താൽ ജീവന്റെ പാതയിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും വ്യതിചലിക്കാതിരിക്കട്ടെ. അങ്ങയുടെ കൃപയുടെ സമൃദ്ധിയാൽ പിതാവിനെയും പുത്രനെയും ഞങ്ങൾ അറിയട്ടെ. നിത്യമായും അങ്ങയെ മഹത്വപ്പെടുത്തട്ടെ. ഓ സനാതനമായ ആത്മചൈതന്യമേ സ്വസ്തി. എല്ലാ കാലവും സകല മഹത്വവും പിതാവിനും മരിച്ചവരിൽ നിന്നുയർത്ത പുത്രനും പരിശുദ്ധാത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗീയ താരകമേ, സ്വർഗീയ താരകമേ, ദീപ്തമായ സമുദ്രതാരമേ സ്വസ്തി. ദൈവമാതാവേ സ്വസ്തി. കന്മഷമില്ലാത്ത കന്യക, സ്വർഗീയ വിശ്രമത്തിൻ്റെ വാതിൽ. ഗബ്രിയേലിൽ നിന്ന് വന്ന മധുരമായ ആ അത്ഭുതം ഉൾക്കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക. ഹവ്വയുടെ നാമം നീ മാറ്റി ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുക. അന്ധർക്ക് കാഴ്ച പകരുക, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റുക, സകല അനുഗ്രഹങ്ങളും ചൊരിയുക. ഒരമ്മയായി കൂടെയുണ്ടാവണമേ. ദൈവവചനം ഞങ്ങൾക്കു വേണ്ടി അങ്ങയുടെ മകനായി പിറന്നു. അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കുക. മഹത്വപൂരിതയായ കന്യകേ, ദയയുള്ളവരിൽ ദയാവാരിധേ,
കന്മഷരഹിതേ, ഞങ്ങളെ സംരക്ഷിക്കുക. ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കുക. പാതകളെ സുരക്ഷിതമാക്കുക, ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ. ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് സകല മഹത്വവും. ആമേൻ. മറിയത്തിന്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ.